1000 ടോട്ടൽ വ്യൂസിൽ നിന്നും നമുക്കിവിടെ 121 വ്യൂസ് മാത്രമേ ഉള്ളൂ. 3 സെക്കൻഡോ അതിൽ കൂടുതലോ ആളുകൾ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളൂ. അയ്യോ, എനിക്ക് ഇത്രമാത്രം വ്യൂസ് കിട്ടിയിരുന്നു, പക്ഷേ അത്രയും വ്യൂസ് ഒന്നും എൻ്റെ ഈ മോണിറ്റൈസേഷൻ വേണ്ടുന്ന ഈ സ്ക്രീനിൽ ആടാവുന്നില്ല. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാച്ച് അവർ കൂടുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയ വാച്ച് അവർ കുറഞ്ഞു പോകുന്നു. അതുപോലെ നമ്മൾ ഓരോ ഷോർട്സും പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഷോർട്സിന് കിട്ടുന്ന വ്യൂസ് കറക്റ്റായിട്ട് ഈ മോണിറ്റൈസേഷന് എത്ര വാച്ച് അവറായി, ഷോർട്സ് വ്യൂസ് ആയി എന്ന് കാണിക്കുന്ന ആ ഒരു പേജിൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് പലരുടെയും ഡൗട്ടുകളും സംശയങ്ങളുമാണ്. ഇതിനെക്കുറിച്ച് 1-2 വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു, പക്ഷേ പലർക്കും ഇപ്പോഴും ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ വാച്ച് അവർ ആയാലും ഷോർട്സ് വ്യൂസ് ആയാലും അതൊക്കെ കൂടുന്നില്ല, കുറഞ്ഞു പോകുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ആകുന്നില്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതെൻ്റെ മക്കളുടെ ചാനലാണ്. അവർക്കിപ്പോൾ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരിപ്പോൾ ഇതിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇതിലൂടെ നിങ്ങളെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരാൻ വളരെ ഈസിയാണ്. കാരണം ഇതിലുള്ള വ്യൂസ്, നമ്പർ ഓഫ് വ്യൂസ് ആയാലും വാച്ച് അവർ ആയാലും നമുക്ക് വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റും. ഇവിടെ നോക്കുക, നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഈ ഒരു സ്ക്രീനിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണിക്കുന്ന ഈ ചാനൽ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന വ്യൂസും വാച്ച് ടൈമും, ഇവിടെയാണ് നിങ്ങളിൽ കൂടുതൽ ആളുകളും നിങ്ങൾക്ക് എത്ര ടോട്ടൽ വ്യൂസ് ആയി അല്ലെങ്കിൽ എത്ര വാച്ച് ടൈം ആയി എന്നുള്ളത് നോക്കാറുള്ളത്. സാധാരണ ഒരുപാട് ആളുകൾ ഇവിടെയാണ് നോക്കാറുള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് 28 ഡേയ്സിൽ നിങ്ങളുടെ ചാനൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന ഉള്ള ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ഈ വ്യൂസ് ആണെങ്കിലും ഈ വാച്ച് ടൈം ആണെങ്കിലും നിങ്ങൾ ഈ ലാസ്റ്റ് 28 ദിവസത്തിൽ എത്ര ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തോ അതേപോലെ എത്ര ഷോർട്സ് പോസ്റ്റ് ചെയ്തോ ഇതിൻ്റെ രണ്ടും കൂടെ ടോട്ടൽ വ്യൂസും ടോട്ടൽ വാച്ച് ടൈമുമാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാനെന്നല്ല പല ആളുകളും പറയാറുണ്ട്, നമ്മുടെ ഈ ഷോർട്സിന് കിട്ടുന്ന വാച്ച് ടൈം നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടുന്ന വാച്ച് ടൈമിലേക്ക് ആഡ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഷോർട്സിൻ്റെ വാച്ച് ടൈമും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ അനാലിറ്റിക്സ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഈ ലാസ്റ്റ് 28 ദിവസത്തിലെ ഷോർട്സും ലോങ് വീഡിയോസും ചേർന്ന് നമ്മുടെ വീഡിയോസ് ആളുകൾ കണ്ടതിൽ നമുക്ക് എത്ര വാച്ച് ടൈം കിട്ടി, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നത്. ഇതിൽ പലരും ചിലപ്പോൾ ആർഗ്യൂ ചെയ്തെന്ന് പറയാൻ അങ്ങനെ അല്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഈ വാച്ച് ടൈം എന്ന് പറയുന്നതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമുക്ക് കിട്ടുന്ന വാച്ച് ടൈം 7.1 എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ടോപ്പ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വാച്ച് ടൈമാണ് ഈ 7.1 എന്ന് പറയുന്നത്. ഇനി ഈ വാച്ച് ടൈമിൻ്റെ 7.1 എന്നുള്ളതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തേ. ഇവിടെ നോക്ക്, ആ 7.1 ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ആ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന ടോപ്പ് കണ്ടന്റിൻ്റെ ഓരോ കണ്ടന്റ്സും അതിന് എത്ര വാച്ച് ടൈം കിട്ടി എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ലോങ് വീഡിയോയും ഉണ്ട്, ഇതിൽ ഷോർട്സും ഉണ്ട്. ഇത് എല്ലാ ഷോർട്സും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ലോങ് വീഡിയോസും കാണിക്കുന്നില്ല. ടോപ്പായിട്ടുള്ള നമുക്ക് കൂടുതൽ വാച്ച് ടൈം കിട്ടിയിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എങ്കിലും ഇതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ഓൾറെഡി മുകളിലുള്ള ആ ലോങ് വീഡിയോയ്ക്ക് 5 ഉണ്ട്, വാച്ച് ടൈം 5 hours ഉണ്ട്. പിന്നെ താഴോട്ട് 0.6, 0.1, 0.1 ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 7ൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ബാക്കി ഇതിന് താഴേക്ക് കൊണ്ട് അതെല്ലാം ഇതിൽ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. പക്ഷേ ഇത് ലോങ് വീഡിയോയും ഷോർട്സും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടിൻ്റെയും കൂടെ വാച്ച് ടൈം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഫ്രണ്ട് സ്ക്രീനിൽ വരുമ്പോൾ ഇവിടെ ഈ 7.1 എന്ന് പറയുന്ന ഈ വാച്ച് ടൈം കാണിക്കുന്നത്. പക്ഷേ ഇതിൽ ഷോർട്സിൻ്റെ വാച്ച് ടൈം ഒരിക്കലും നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടുന്ന വാച്ച് ടൈമിലേക്ക് ആഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തെ ഒന്നും കൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഷോർട്ട് വീഡിയോയുടെയും പെർഫോമൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ നോക്കുക, ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഷോർട്ട് വീഡിയോ, ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ഈ എൻഗേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് കിട്ടുന്ന എൻഗേജ്ഡ് വ്യൂസ് കാണിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ട് മാറിയ യൂണീക്ക് വ്യൂവേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വാച്ച് ടൈം എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഷോർട്ട് വീഡിയോയുടെ നമ്മുടെ ആളുകൾ എത്ര നേരം ആ ടോട്ടൽ കണ്ടിട്ടുണ്ടോ ആ ടോട്ടൽ വാച്ച് ടൈം ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ ആ ഒരു പെർഫോമൻസ് മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബ് ഈ ഒരു സംഭവം ഇവിടെ തരുന്നത്. അതായത് ഒരുപാട് ആളുകൾ വാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ടോട്ടൽ എത്ര നേരം ആളുകൾ എല്ലാവരും ചേർന്ന് നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ വാച്ച് ചെയ്തു എന്നുള്ളത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വാച്ച് ടൈം ഷോർട്സിൽ യൂട്യൂബ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഇവിടെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാച്ച് ടൈം ഇവിടെ ഈ ഫ്രണ്ട് സ്ക്രീനിൽ കാണുന്ന ഈ വാച്ച് ടൈം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടുന്ന ആ ഒരു വാച്ച് ടൈം കാണിക്കുന്നിടത്ത് ഈ വാച്ച് ടൈം ആഡ് ചെയ്യത്തില്ല. അതായത് ഷോർട്സിൻ്റെ വാച്ച്
ടൈം ആഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഇവിടെ പലർക്കും മറ്റൊരു സംശയം കൂടെ ഉണ്ട്. അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വാച്ച് ടൈം, മോണിറ്റൈസേഷന് വേണ്ടുന്ന വാച്ച് ടൈമും അതേപോലെ അല്ലെങ്കിൽ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ട് ഷോർട്സ് വ്യൂസിൽ നിന്നും മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് എവിടെയാണ് നോക്കുന്നത്, അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഈ ഫ്രണ്ട് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ചാനൽ അനാലിറ്റിക്സിൽ തന്നെ നമ്മുടെ ലാസ്റ്റ് 28 ഡേയ്സിൽ നമ്മുടെ ചാനൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് നമ്മൾ നോക്കേണ്ടതാണ്, കാരണം നമുക്ക് മനസ്സിലാവും നമ്മുടെ ചാനൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്. പക്ഷേ ഇവിടെയും പലർക്കും ഒരു സംശയം വരും. ഓരോ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ടോട്ടൽ വ്യൂസ് ഇത്ര കാണിക്കുന്നുണ്ട്, വാച്ച് ടൈം ഇത്ര കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം നോക്കുമ്പോൾ ഒന്നെങ്കിൽ വാച്ച് ടൈം കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാച്ച് ടൈം കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വ്യൂസ് കൂടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇത് സംശയിക്കാൻ എന്തിരിക്കുന്നത്? ഇത് ലാസ്റ്റ് 28 ദിവസത്തെ അല്ലേ. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ പുറകിലത്തെ ഓരോ ദിവസവും കുറഞ്ഞു പോവുകയാണ്, മുന്നോട്ട് മറ്റൊരു ദിവസം ആഡ് ആവുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞു പോയ ആ ഒരു ദിവസത്തെ വാച്ച് ടൈം നമുക്ക് കൂടുതലായിരുന്നു, ഈ പുതിയതായിട്ട് വന്ന ദിവസത്തെ വാച്ച് ടൈം കുറവുമാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ വാച്ച് ടൈം കുറവായിട്ടേ കാണിക്കത്തുള്ളൂ. മറിച്ച് ഈ ഒരു ദിവസം നമ്മുടെ പുറകിലോട്ട് പോയത്, ലാസ്റ്റ് 28 ഡേയ്സിൽ ഒരു ദിവസം പുറകോട്ട് പോയത്, അത് ആ ഒരു വാച്ച് ടൈം കുറവും, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരു ദിവസം നമ്മൾ മുന്നോട്ട് പോയ ആ ഒരു ദിവസത്തെ വാച്ച് ടൈം കൂടുതലുമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാച്ച് ടൈം കൂടുതൽ കാണിക്കും. അവിടെ അതുപോലെ തന്നെ ആയിരിക്കും ഈ വ്യൂസ് കാണിക്കുന്നതിലും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ ഡൗട്ട് അടിക്കരുത് എൻ്റെ ഈ വാച്ച് ടൈം എവിടെ കുറഞ്ഞു പോയത്. കാരണം ഇത് ലാസ്റ്റ് 28 ഡേയ്സിൽ നമ്മുടെ ചാനൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമ്മളെ യൂട്യൂബ് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് വാച്ച് ടൈം കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ ഈ ഒരു കാണിക്കുന്ന സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ മോണിറ്റൈസേഷൻ വേണ്ടുന്ന എലിജിബിലിറ്റി നമ്മൾ എവിടെ എത്തി എന്നറിയാനായിട്ട്, അതായത് നമുക്ക് എത്ര വാച്ച് ടൈം ആയി, അതല്ല ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര ഷോർട്സ് വ്യൂസ് ഇതുവരെ കിട്ടി, ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡായിട്ടുള്ള ഈ ഏൺ എന്ന് പറയുന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം വേണ്ടുന്ന 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ മറ്റൊരു പുതിയ സാധനം നിങ്ങൾ ആരും കാണാത്തത് ഇവിടെ കാണിക്കുന്നുണ്ട്, ചിലർക്ക് കാണാറുണ്ടായിരിക്കും. ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ കുറഞ്ഞ 3 വീഡിയോസ് എങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നാണ്. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഇവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ കുറേ നാളായിട്ടൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. വല്ലപ്പോഴും ഞാൻ എന്തെങ്കിലും കയറി പോസ്റ്റ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ അതിൽ ആയിട്ടില്ല, അവർക്ക് 3 വീഡിയോസ് അവർ ഈ ലാസ്റ്റ് 90 ഡേയ്സിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ വേണ്ടുന്ന എലിജിബിലിറ്റിയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ വേണ്ടുന്ന എലിജിബിലിറ്റി? ഒന്നെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാച്ച് ടൈം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 365 ഡേയ്സിനുള്ളിൽ നമുക്ക് 3000 വാച്ച് അവേഴ്സ് ഉണ്ടായിരിക്കണം. അത് അല്ലെങ്കിൽ ഷോർട്സ് പോസ്റ്റ് ചെയ്ത് മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവാനായിട്ട് 3 മാസത്തിനുള്ളിൽ 90 ഡേയ്സിനുള്ളിൽ നമുക്ക് 3 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം, അതായത് ഷോർട്സ് വ്യൂസ് ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു കാര്യങ്ങളോട് നിങ്ങളോട് മനസ്സിലാക്കി തരാനായിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റികളൊന്ന് നോക്കിയിട്ട് ഞാൻ ആ ഒരു കാര്യം പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഇവിടെ വന്ന് കുറച്ചുകൂടെ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടുന്ന എലിജിബിലിറ്റി. ഇവിടെയും നമുക്ക് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കുറഞ്ഞതൊരു 3 വീഡിയോസ് എങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കണം. അതേപോലെ 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടാതെ ഇവിടെ വേണ്ടുന്നത് നമുക്ക് 365 ഡേയ്സിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ 4000 വാച്ച് അവേഴ്സ് വേണം. ഹാഫ് മോണിറ്റൈസേഷനെക്കാട്ടിലും ഒരു 1000 വാച്ച് അവർ കൂടെ കൂടുതൽ. അതല്ല ഷോർട്സ് വ്യൂസ് പോസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് വേണം, ഷോർട്സ് വ്യൂസ് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ എലിജിബിലിറ്റി. ഇവിടെയാണ് നിങ്ങൾ വന്ന് നിങ്ങളുടെ എലിജിബിലിറ്റി എവിടെ എത്തി എന്നുള്ളത് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 39 വാച്ച് അവേഴ്സ് ഇവിടെ ഹാഫ് മോണിറ്റൈസേഷൻ എനിക്ക് ഇതുവരെ കിട്ടി എന്നാണ് പറയുന്നത് ഈ ലാസ്റ്റ് 1 ഇയറിൽ. എന്ന് പറഞ്ഞാൽ ഈ 39 വാച്ച് അവേഴ്സിൽ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട് സ്ക്രീനിൽ ഇവിടെ തിരിച്ചു വന്ന ഈ ഡാഷ്ബോർഡിൽ ഇവിടെ കാണിക്കുന്ന ഈ 7.1-നുള്ളിൽ ഈ ഷോർട്സിൻ്റെ വാച്ച് അവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ വാച്ച് അവർ നമ്മുടെ ഏണിൽ ഇവിടെ തിരിച്ചു പോവാ, ഇവിടെ ഈ 39 വാച്ച് അവേഴ്സിനുള്ളിൽ ഇല്ല. ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ടുണ്ട്. ഇവിടെ നോക്കുക, 2.4K വാലിഡ് പബ്ലിക് ഷോർട്സ് വ്യൂസ് നിങ്ങൾക്ക് കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്സ് വ്യൂസ് 3 മില്യൺ ആകുമ്പോഴാണ്, 90 ഡേയ്സിനുള്ളിൽ 3 മില്യൺ ആകുമ്പോഴാണ് നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ എലിജിബിൾ ആവുന്നതും. അതേപോലെ ഇത് 90 ഡേയ്സിനുള്ളിൽ 10 മില്യൺ ആകുമ്പോഴാണ് നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ എലിജിബിൾ ആവുന്നതും. ഇവിടെ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഷോർട്സ് വ്യൂസ് ആണല്ലോ ആഡ് ചെയ്ത് വരുന്നത്. ഇത് ഇവിടെ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരിക. ഇവിടെ നോക്ക്, എൻ്റെ ഈ ആദ്യം കാണുന്ന ഷോർട്ട് വീഡിയോ, ഇതിൻ്റെ പെർഫോമൻസ് നോക്കാനായിട്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇതിൻ്റെ ഇതുവരെ കിട്ടിയിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത് 1133 വ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 1133 വ്യൂസ് അല്ല. ഇവിടെ തിരിച്ചു പോവാ, ഈ ഏണിൽ ഇവിടെ ഈ
ഈ പബ്ലിക് ഷോർട്ട് ഫീസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, വീണ്ടും തിരിച്ചു അവിടെയൊക്കെ ഇവിടെ നോക്ക്, ഇവിടെ ഈ എൻഗേജ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ എൻഗേജ്മെന്റിൽ ഇവിടെ നോക്കുക, എൻഗേജ്ഡ് വ്യൂസ് എത്രയാണ്? 121 എൻഗേജ്ഡ് വ്യൂസ്. എന്ന് പറഞ്ഞാൽ ഈ ഓവർവ്യൂവിൽ ഇവിടെ കാണിക്കുന്ന ഈ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് 1133 വ്യൂസ് എന്ന് പറയുന്നത്, ഇതിൽ ആരുടെയൊക്കെ മുന്നിൽ നമ്മുടെ ആ ഷോർട്ട് വീഡിയോ എത്തിയോ അവർ സ്കിപ്പ് ചെയ്തു പോയവരുടെ ആ എണ്ണവും ഉണ്ട്, 3 സെക്കൻഡിൽ കുറഞ്ഞ് വാച്ച് ചെയ്തവരുടെ എണ്ണവും ഉണ്ട്, 3 സെക്കൻഡും അതിൽ കൂടുതൽ വാച്ച് ചെയ്തവരുടെ ആ ഒരു എണ്ണമുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് ഈ ടോട്ടൽ 1133 വ്യൂസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മുടെ മോണിറ്റൈസേഷൻ വേണ്ടുന്ന ഷോർട്സ് വ്യൂസിലേക്ക് ആഡ് ചെയ്യത്തില്ല. മോണിറ്റൈസേഷൻ വേണ്ടുന്ന ഷോർട്സ് വ്യൂസിലേക്ക് ആഡ് ചെയ്യുന്നത് ഇവിടെ എൻഗേജ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന ഈ എൻഗേജ്ഡ് വ്യൂസ് ആണ്. ആ 1000 ടോട്ടൽ വ്യൂസിൽ നിന്നും നമുക്കിവിടെ 121 വ്യൂസ് മാത്രമേ ഉള്ളൂ 3 സെക്കൻഡോ അതിൽ കൂടുതലോ ആളുകൾ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളൂ. ഈ വ്യൂസിനെ മാത്രമേ തിരിച്ചിവിടെ എണ്ണിലേക്ക് വാ, ഈ വ്യൂസിനെ മാത്രമേ ഇവിടെ കാണിക്കുന്ന ഈ വാലിഡ് പബ്ലിക് ഷോർട്സ് വ്യൂസിനുള്ളിലേക്ക് ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ആയിപ്പോൾ, അയ്യോ എനിക്ക് ഇത്രമാത്രം വ്യൂസ് കിട്ടിയിരുന്നു, പക്ഷേ അത്രയും വ്യൂസ് ഒന്നും എൻ്റെ ഈ മോണിറ്റൈസേഷൻ വേണ്ടുന്ന ഈ സ്ക്രീനിൽ ആഡ് ആവുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിവിടെ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വരുന്നു. അപ്പോൾ ഫ്രണ്ട് സ്ക്രീനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഈ ചാനൽ അനാലിറ്റിക്സ് മാത്രമാണ് ലാസ്റ്റ് 28 ഡേയ്സിൽ നിങ്ങളുടെ ചാനൽ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി മുതൽ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങളുടെ ചാനലിൻ്റെ പെർഫോമൻസ് നോക്കാനായിട്ട് ഇവിടെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ. പക്ഷേ നിങ്ങളുടെ മോണിറ്റൈസേഷൻ എവിടെ എത്തി എന്നുള്ളത് അറിയാനായിട്ട് ഇവിടെ ഏണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവരുത്. എന്തുകൊണ്ട് വാച്ച് ടൈം കുറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വാച്ച് ടൈം കൂടുന്നില്ല, അതുപോലെ തന്നെ ഷോർട്സ് വ്യൂസ് എന്തുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ പ്രോപ്പർലി കയറുന്നില്ല, ഈ കാര്യങ്ങളുടെ ഒരു ഡൗട്ട് ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.